ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 12/2023 ബൈൻഡർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. ഇതിൽ GK പാർട്ടിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ആധിപത്യം ചെലുത്തിയ വികാരം ഭയമായിരുന്നു. സർവ്വവ്യാപിയായ ഈ ഭയത്തിനെതിരെയാണ് ശാന്തമായി എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ ഗാന്ധിജി ശബ്ദമുയർത്തിയത്. നിർഭയരായിരിക്കുക എന്ന്. പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിലെ വരികളാണിവ. ഏതായിരുന്നു ആ ഗ്രന്ഥം? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ആധിപത്യം ചെലുത്തിയ വികാരം ഭയമായിരുന്നു. സർവ്വവ്യാപിയായ ഈ ഭയത്തിനെതിരെയാണ് ശാന്തമായി എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ ഗാന്ധിജി ശബ്ദമുയർത്തിയത്. നിർഭയരായിരിക്കുക എന്ന്. പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിലെ വരികളാണിവ. ഏതായിരുന്നു ആ ഗ്രന്ഥം? ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ. ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നെഹ്റു അഹമ്മദ് നഗർ ജയിലിൽ വെച്ച് എഴുതിയ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നെഹ്റു അഹമ്മദ് നഗർ ജയിലിൽ വെച്ച് എഴുതിയ കൃതിയാണ് ഏത്? ഇന്ത്യയെ കണ്ടെത്തൽ. നെഹ്റുവിന്റെ ആത്മകഥ ഏതാണ്? നെഹ്റുവിന്റെ ആത്മകഥ ടുവേർഡ്സ് ഫ്രീഡം. ടുവേർഡ്സ് ഫ്രീഡം. ടുവേർഡ്സ് ഫ്രീഡം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ആൻ ഓട്ടോബയോഗ്രഫി എന്നുള്ളത്. ടുവേർഡ്സ് ഫ്രീഡം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആൻ ഓട്ടോബയോഗ്രഫി. നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട മറ്റ് കൃതികൾ ഏതൊക്കെയാണ്? ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഏതൊക്കെയാണ്? ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടറും ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരായിരുന്നു? ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ വ്യാപകങ്ങളായ മാറ്റം വരുത്തി. കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നിയമവ്യവസ്ഥയാണ് കേരളത്തിൽ പിന്തുടർന്നിരുന്നത്. അതിൽ പ്രമുഖമായിരുന്നത് സത്യപരീക്ഷയായിരുന്നു. കുറ്റം ചെയ്തയാളിന്റെ ജാതി അനുസരിച്ചാണ് വിചാരണയുടെയും ശിക്ഷയുടെയും സ്വഭാവം നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമചിന്തകളുടെ പ്രധാന ആശയങ്ങളേവ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ വ്യാപകങ്ങളായ മാറ്റം വരുത്തി. കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നിയമവ്യവസ്ഥയാണ് കേരളത്തിൽ പിന്തുടർന്നിരുന്നത്. അതിൽ പ്രമുഖമായിരുന്നത് സത്യപരീക്ഷയായിരുന്നു. കുറ്റം ചെയ്തയാളിന്റെ ജാതി അനുസരിച്ചാണ് വിചാരണയുടെയും ശിക്ഷയുടെയും സ്വഭാവം നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമചിന്തകളുടെ പ്രധാന ആശയങ്ങളേവ? 1. നിയമവാഴ്ച. 2. സദാചാര നിയമങ്ങൾ. 3. നിയമത്തിനു മുൻപിൽ സമത്വം. 4. പ്രാപഞ്ചിക നിയമങ്ങൾ. ഇതിലേതൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമചിന്തകളുടെ പ്രധാന ആശയങ്ങൾ? നിയമവാഴ്ച, നിയമത്തിന് മുൻപിൽ സമത്വം. 1, 3. ഓപ്ഷൻ സി, 1, 3. എന്താണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? രാജ്യത്തെ ഒരു പൗരനും നിയമത്തിന് മുന്നിൽ അതീതരല്ല എന്നാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രാജ്യത്തെ ഒരു പൗരനും നിയമത്തിന് മുന്നിൽ അതീതരല്ല. നിയമത്തിന് മുൻപിൽ സമത്വം എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരും തുല്യരാണെന്നാണ്. നിയമത്തിന് മുൻപിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നാണ് നിയമത്തിന് മുൻപിൽ സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നിയമപരമായ വിവേചനങ്ങൾ പാടില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിയമവാഴ്ച, നിയമസമത്വം എന്നിവ ഭരണഘടനയിൽ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടന നിയമവാഴ്ച, നിയമസമത്വം എന്നിവ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ട്രാൻസ് ഹിമാലയ പർവ്വതനിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ ഒരു കൊടുമുടി. ട്രാൻസ് ഹിമാലയ പർവ്വതനിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ ഒരു കൊടുമുടിയാണ് ഏത്? ഗോഡ്വിൻ ഓസ്റ്റിൻ. ഓപ്ഷൻ സി, ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കെ2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്? മൗണ്ട് കെ2.
അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാ? ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന മലനിര ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായ കാരക്കോറം മലനിരയാണ്. ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായ കാരക്കോറം മലനിരകളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് കെ2. ഇത് പാക് അധിനിവേശ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാക് അധിനിവേശ കാശ്മീരിലാണ് മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കെ2വിന്റെ ഉയരം എത്രയാണ്? 8611 മീറ്റർ. 8611 മീറ്റർ ആണ് മൗണ്ട് കെ2വിന്റെ ഉയരം. എന്നാൽ SCERT പ്രകാരം 8661 മീറ്റർ ആണ് ഉയരം. SCERT പ്രകാരം ഉയരം എത്രയാണ്? 8661 മീറ്റർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയും അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയും മൗണ്ട് കെ2 തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ആര്? മൗണ്ട് കെ2. അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാലും ഉത്തരം മൗണ്ട് കെ2 ആണ്. എങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് മൗണ്ട് എവറസ്റ്റ് ആണ്. നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എത്രയാ? നിലവില് 2020 കണക്ക് പ്രകാരം ചൈനയും നേപ്പാളും അംഗീകരിച്ച പുതിയ ഉയരം എന്ന് പറയുന്നത് 8848.86 മീറ്റർ ആണ്. മൗണ്ട് എവറസ്റ്റിന്റെ പുതിയ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ. ഇനി ഇങ്ങനെ ചോദിക്കുകയാണ്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അത് കാഞ്ചൻജംഗയാണ്. കാരണം മൗണ്ട് കെ2 പാക് അധിനിവേശ കാശ്മീരിലാണ്. അപ്പൊ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. കാഞ്ചൻജംഗയുടെ ഉയരം 8586 മീറ്റർ. 8586 മീറ്റർ ആണ് കാഞ്ചൻജംഗയുടെ ഉയരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചും ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഏത്? കോണ്ടൂർ രേഖകൾ. ഓപ്ഷൻ ബി, കോണ്ടൂർ രേഖകൾ. ഇവിടെ ഓപ്ഷനിൽ സമതാപ രേഖകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് സമതാപ രേഖകൾ? ഒരേ താപമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപ രേഖകൾ. അതുപോലെ ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ. ഒന്നുകൂടെ പറയാം. ഒരേ താപമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപ രേഖകൾ. ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ മേഖലകൾ. അടുത്തത് അക്ഷാംശ രേഖകൾ. ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് എന്ത്? അക്ഷാംശ രേഖകൾ. ഗ്ലോബിലും ഭൂപടങ്ങളിലും ഒക്കെ കുറുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. 5ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തതേത്? താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. 1. കാർഷികോൽപാദനം വർദ്ധിച്ചു. 2. മണ്ണിന്റെ ഉൽപാദന ശേഷി കുറഞ്ഞു. 3. ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞു. 4. ഭൂവിതരണത്തിലെ അസമത്വം വർദ്ധിച്ചു. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ പെടാത്തത് മണ്ണിന്റെ ഉൽപാദന ശേഷി കുറഞ്ഞു, ഭൂവിതരണത്തിലെ അസമത്വം വർദ്ധിച്ചു. ഇത് രണ്ടുമാണ് പെടാത്തത്. 2ഉം 4ഉം ഓപ്ഷൻ സി. 1940, 1970 കാലഘട്ടത്തില് കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കാനായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റം അറിയപ്പെടുന്നതാണ് എങ്ങനെ? ഹരിത വിപ്ലവം എന്ന്. 1940, 1970 കാലഘട്ടത്തില് കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കാനായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റം അറിയപ്പെടുന്നതാണ് ഹരിത വിപ്ലവം എന്ന്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗൃഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗൃഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസും.
ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. എന്നാൽ ഹരിത വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്, ഹരിത വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം എപ്പോഴാണ്? 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. ഒന്നാം ഘട്ടത്തില് ഗോതമ്പിന്റെ ഉൽപാദനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഒന്നാം ഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്തിനാണ്? ഗോതമ്പിന്റെ ഉൽപാദനത്തിന്. 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ് രണ്ടാം ഘട്ടം. 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ടത്തില് അരിയുടെ ഉൽപാദനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം എന്തിനായിരുന്നു? അരിയുടെ ഉൽപാദനത്തിന്. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഗോതമ്പ് വിപ്ലവം എന്നായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത് എന്താണ്? ഗോതമ്പ് വിപ്ലവം. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരായിരുന്നു? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ കൃഷി മന്ത്രി C സുബ്രഹ്മണ്യം ആയിരുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനും ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ കൃഷി മന്ത്രി C സുബ്രഹ്മണ്യവും ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗരീബി ഹഠാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗരീബി ഹഠാവോ 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ C, 5ാം പഞ്ചവത്സര പദ്ധതി. 1974 മുതൽ 78 വരെ നടപ്പിലാക്കിയ പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. എന്നാണ് 1974 മുതൽ 78 വരെ. ഭരണമാറ്റത്തെ തുടർന്ന് കാലാവധി പൂർത്തിയാകാതെ പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതിയാണിത്, 5ാം പഞ്ചവത്സര പദ്ധതി. പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ഇതിന്റെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടി നടപ്പിലാക്കിയതും 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏതാണ്? 20 ദിന പരിപാടി ഇന്ദിരാഗാന്ധിയാണ് നടപ്പിലാക്കിയത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അതുപോലെ 1975 ഒക്ടോബർ 2 ICDS ആരംഭിച്ചതും 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ ICDS ആരംഭിച്ചത് എന്നാണ്? 1975 ഒക്ടോബർ 2. പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മഹാൻ? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മഹാൻ ഡോക്ടർ അംബേദ്കർ. ഓപ്ഷൻ D. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? അത് ആർട്ടിക്കിൾ 32 ആണ്. അപ്പോ ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആരെന്ന് ചോദിച്ചാലും ഉത്തരം ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. ആധുനിക മനു, അഭിനവ ബുദ്ധൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. എന്തൊക്കെ അറിയപ്പെടുന്നത്? ആധുനിക മനു എന്നറിയപ്പെടുന്നു, അഭിനവ ബുദ്ധൻ എന്നും അറിയപ്പെടുന്നു. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അംബേദ്കർ. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ആര്? BR അംബേദ്കർ. അതുപോലെ ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് അംബേദ്കർ ആണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ആരാണ്? BR അംബേദ്കർ. റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവും ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവും ഡോക്ടർ BR അംബേദ്കർ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായിട്ടുള്ളത് ഏത് സംവിധാനത്തിലാണ്?
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം നിക്ഷിപ്തമായിട്ടുള്ളത് ഏത് സംവിധാനത്തിലാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള സ്ഥാപനം ഏതാണ്? അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഡിസംബർ 3. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു MSK രാമസ്വാമി. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? MSK രാമസ്വാമി. നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A ഷാജഹാൻ. നിലവിലാരാണ്? A ഷാജഹാൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ ഏതാണെന്നറിയാമോ? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ ജനഹിതം. ഏതാണ്? ജനഹിതം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ്? സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത് നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. ഓപ്ഷൻ എ, നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. പ്രധാന സംസ്ഥാന സർവീസുകൾ ഏതൊക്കെയാണ്? പോലീസ് സർവീസ്, മെഡിക്കൽ സർവീസ്, സെയിൽസ് ടാക്സ്, ഫിഷറീസ്, എഡ്യൂക്കേഷൻ സർവീസ് ഇതൊക്കെ സംസ്ഥാന സർവീസിൽ പെടുന്നതാണ്. പോലീസ് സർവീസ്, മെഡിക്കൽ സർവീസ്, സെയിൽസ് ടാക്സ്, ഫിഷറീസ്, എഡ്യൂക്കേഷണൽ സർവീസ് ഇതൊക്കെ എന്തിലാണ് വരുന്നത്? സംസ്ഥാന സർവീസിലാണ്. കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നതെന്നാ? കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നത് 1959 നവംബർ 1. കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നത് 1959 നവംബർ 1. എന്നാൽ 1956 മുതൽ സർവീസിൽ പ്രവേശിച്ചവർക്കെല്ലാം ഈ നിയമം ബാധകമാണ്. സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവനാണ് ആര്? ചീഫ് സെക്രട്ടറി. സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? NES രാഘവനാചാരി. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി NES രാഘവനാചാരി. കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാ? പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. നിലവിലെ ചീഫ് സെക്രട്ടറി വി വേണു. നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഗവേൺസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ്? ഈ ഗവേൺസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം തന്നിരിക്കുന്നതിൽ ഏതാ? അക്ഷയ കേന്ദ്രം. ഓപ്ഷൻ ഡി, അക്ഷയ കേന്ദ്രം. കേരളത്തിൽ ആദ്യമായിട്ട് അക്ഷയ സെന്റർ ആരംഭിച്ചത് 2002 മലപ്പുറത്താണ് ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ട് അക്ഷയ സെന്റർ ആരംഭിച്ചത് മലപ്പുറത്ത് 2002. അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാ? അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ് അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യമാണ്. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതും എന്തിന്റെ ലക്ഷ്യമാണ്? അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യമാണ്. അക്ഷയ കേന്ദ്രങ്ങള് G2C, G2B, B2C എന്നീ സേവനങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നു. അക്ഷയ കേന്ദ്രങ്ങള് G2C, G2B, B2C എന്നീ സേവനങ്ങള് പ്രദാനം ചെയ്യുന്നു. എന്താണ് G2C? ഗവൺമെന്റ് ടു സിറ്റിസൺ. അതാണ് G2C.
G2B എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ടു ബിസിനസ്. അതുപോലെ B2C എന്ന് പറയുന്നത് ബിസിനസ് ടു കൺസ്യൂമേഴ്സ് എന്നാണ്. ഓക്കെ, ഇങ്ങനെ 3 സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. കേരള സർക്കാരിന്റെ പ്രധാന ഇ ഗവേണൻസ് പദ്ധതികൾ വേറെയും ഉണ്ട്. ഏതൊക്കെയാണ്? അക്ഷയ കൂടാതെ സ്വാൻ, സ്വീറ്റ്, ആസ്തി, ഐഡിയാസ്, മെസ്സേജ്, സ്പാർക്ക്, ഇതെല്ലാം ഇ ഗവേണൻസ് പദ്ധതികളാണ്. കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് പദ്ധതികളാണ്. ഒന്നുകൂടെ പറയാം: അക്ഷയ, സ്വാൻ, സ്വീറ്റ്, ആസ്തി, ഐഡിയാസ്, മെസ്സേജ്, സ്പാർക്ക്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ബാക്കി 10 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ കാണും വരെ താങ്ക് യു.